കെ പി ശങ്കർദാസ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അത് കോടതിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവരുടെ അറസ്റ്റ് ഉണ്ടാവാത്തത്, ഇവരെ പ്രതി ചേർക്കാത്തത് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ് കോടതി ചോദിച്ചിരുന്നത്. എന്തായാലും ഒരാളുടെ പേരിൽ ഒരാളെ ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് കെ പി ശങ്കർദാസ് ആണ്. ശങ്കർദാസിന്റെ കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് തീരുമാനം ഉണ്ടാകട്ടെ എന്നൊരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉണ്ടായത്. സ്വാഭാവികമായും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ശങ്കർദാസിന്റെയും പങ്ക് വെളിവാക്കുന്ന രീതിയിലുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. മറ്റ് തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയും കടത്തിക്കൊണ്ടുപോയി അത് വിറ്റു എന്നുള്ളതായിരുന്നു. അതിനുശേഷമാണ് വിഗ്രഹകടത്ത് ഉൾപ്പെടെയുള്ള പരാതികളിലേക്ക് വരുന്നത്. നാളെയാണ് അതുമായി ബന്ധപ്പെട്ട് മണിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. അതിനിടെയാണ് വളരെ സുപ്രധാനമായ ഒരു അറസ്റ്റ് ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റിന് ശേഷമുള്ള ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് സിജോ? ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. നമുക്ക് ഒരു പക്ഷേ കൊല്ലത്തെ വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കുക. അതിന്ന് കൊല്ലത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നുള്ള തരത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം കൊല്ലം കോടതി ഇന്ന് അവധിയാണെന്നൊരു സംശയമുണ്ട്. കാരണം ഇന്ന് ഈ ഗോവർദ്ധനെയും അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയും കസ്റ്റഡിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ കോടതിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അവധിയായതിനാലാണ് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കോടതിയിൽ നിന്ന് ഹാജരാക്കും. അതിനുശേഷം റിമാൻഡിലാകും. പിന്നീട് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും ചെയ്യും. ഈ ഒരു തുടർ നീക്കങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതാണ്. കാരണം ഇന്നാണ് ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം തന്നെ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം അപേക്ഷ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ ഈ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം കസ്റ്റഡിയിലുള്ള സമയത്ത് തന്നെ ഈ ബോർഡ് അംഗങ്ങളെയും ഉൾപ്പെടെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറ്റവും സുപ്രധാനമായ ഒരു അറസ്റ്റ് നമുക്ക് പറയേണ്ടത്. കാരണം പത്മകുമാറിന് ശേഷം ഈ കേസിൽ അറസ്റ്റിലാകുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വ്യക്തിയാണ് എൻ വിജയകുമാർ. അദ്ദേഹമാണ് ഈ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്ന സമയത്ത് ആ ബോർഡിൽ ആ നിർണായക തീരുമാനമെടുത്തതിൽ ഒരാളെന്ന് പറയുന്നത് 3 പേരാണ് ഉണ്ടായിരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, അതോടൊപ്പം തന്നെ എൻ വിജയകുമാർ, കെ പി ശങ്കർദാസ്, ഇങ്ങനെ 3 പേരെയാണ് അന്വേഷണ സംഘം അല്ലെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ആളുകളായി വിലയിരുത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അറിയിക്കും. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇവരെ പ്രതി ചേർക്കാത്തത് എന്നുള്ളത്. കാരണം എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും അതിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്ന ആ ബോർഡിലെ അംഗങ്ങളെ പ്രതി ചേർക്കാത്തെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉന്നയിച്ചിരുന്നത്. സ്വാഭാവികമായും ഇയാളെ അറസ്റ്റ് ചെയ്ത വിവരവും അതോടൊപ്പം തന്നെ എൻ വിജയകുമാറിന്റെ പങ്ക് സംബന്ധിച്ച വിവരം ഉൾപ്പെടെ അന്വേഷണ സംഘം ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അതിന്റെ ഭാഗമായി കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതാണ് സിജോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ പേരെടുത്ത് പറഞ്ഞ എൻ വിജയകുമാറിന്റെയും ശങ്കർദാസിന്റെയും പേരെടുത്ത് പറഞ്ഞ തന്നെയുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഈ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് കൂടി ഉടൻ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഇവിടെ പങ്ക് വ്യക്തമാകുന്ന തരത്തിലുള്ള ചില വിവരങ്ങളും രേഖകളും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ പി ശങ്കർദാസ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് ജാമ്യാപേക്ഷയുമായി ഒക്കെ കോടതിയെ സമീപിച്ചിരിക്കുന്ന. ആ ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം ഇവിടെ വരെ കോടതിയുടെ ഉത്തരവിനായി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരേ ഒരാൾക്ക് മാത്രമാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടി വന്നിരിക്കുന്നത്. അത് ജയശ്രീയാണ്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീ. അവർക്ക് ഈ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെ വിധേയമായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ വരെ പോവുകയും അവിടെ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വരികയും ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് കെ പി ശങ്കർദാസിന് ചൂണ്ടിക്കാണിക്കുന്നത്. അത് എത്രത്തോളം മുഖവിലേക്ക് കോടതി എടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആ ഉത്തരവിൽ തീരുമാനം വന്നതിന് ശേഷം, ആ ഹർജിയിൽ തീരുമാനം വന്നതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. നിലവിലെ ഈ അന്വേഷണ പുരോഗതിയൊക്കെ വൈകാതെ തന്നെ കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് എന്താണ് വ്യക്തമാക്കുന്നത് സിജോ?
വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കാരണം ഇതിൽ എ പത്മകുമാർ അറസ്റ്റിലായിട്ടുണ്ട്. അന്ന് ഈ ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടുകയും അത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അത് ഉരുക്കി പിന്നീട് ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരിക്ക് ഗോവർദ്ധന് അത് വിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്ക് കൂട്ടുനിന്ന അതിന് പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകളിൽ 3 പേരാണ്. ഒന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, അതോടൊപ്പം തന്നെ എൻ വിജയകുമാർ, അതോടൊപ്പം തന്നെയാണ് KP ശങ്കർദാസ്. അപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പ്രതികരിക്കപ്പെടാത്തത് എന്താണെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഈ പറയുന്ന വിശദമായി ചോദ്യം ചെയ്യും. അതിന് നമുക്ക് അടുത്ത തവണ കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ പങ്ക് കൂടി വളരെ വ്യക്തമാകുന്ന തരത്തിലുള്ള വിവരങ്ങളായിരിക്കും കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക. ഇവർ നിഷേധിക്കപ്പെടാൻ പറ്റാത്ത തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടി അറിവോടെയാണ്, വിജയകുമാറിൻ്റെ കൂടി അറിവോട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ഇടപാട് നടന്നിരിക്കുന്നത് എന്നുള്ള സംബന്ധിച്ച വിവരങ്ങളുണ്ട്. അതിൻ്റെ കൂടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സ്വാഭാവികമായും കോടതിയെ അറിയിക്കുകയും ചെയ്യും. സിജോ, നമുക്കറിയാം ഈ ബോർഡിന്റെ കൂട്ടുത്തരവാദിത്തം എന്നായിരുന്നു പത്മകുമാർ SITക്ക് നൽകിയ മൊഴി. പക്ഷേ അതെല്ലാം നിഷേധിക്കുന്ന തരത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ വിജയകുമാറിന്റെയും ശങ്കർദാസിന്റെയും ഒക്കെ പ്രതികരണം. അപ്പോൾ ഇനിയിപ്പോൾ പത്മകുമാറിനെയും വിജയകുമാറിനെയും ഒക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലൊക്കെ കടക്കേണ്ടി വരില്ലേ SITക്ക്?